ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ല, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിൻ്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചത്. അതിൻ്റെ ചുമതലയില്ല. അതുകൊണ്ട് ഇത് വ്യാപിച്ചിട്ടില്ല. ഇതുവരെ കിട്ടിയ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കാൻ റവന്യൂ മന്ത്രി ഇപ്പോൾ കോഴിക്കോടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. എല്ലാം നെഗറ്റീവാണ്. ഇന്നലെ പരിശോധിച്ച ഹയസ്റ്റ് റിസ്കിൽപ്പെട്ട 3 പേരെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരുടെ റിസൾട്ട് നെഗറ്റീവാണ്. ഏതാ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററുള്ള രോഗിക്ക് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇനി കാര്യമായിട്ടൊന്നും വരാനില്ല. എങ്കിലും സംശയങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒരു കേസും വെറുതെ വിടുന്നില്ല. ഏതാ അവര് 3 വർഷം അവരുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷത്തെ പൂർത്തിയായി. ഇനി ഒന്നുകിൽ എക്സ്റ്റൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ DHSന് ചാർജാണ് കൊടുത്തിട്ടുള്ളത്. പുതിയ ആളെ നിയമിച്ചതിൽ ചാർജ് കൊടുത്തു. മാത്രമല്ല അവർ ചില നടപടികൾ ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാതെ ചെയ്തു. ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഡോക്ടർമാരുടെ സേവനം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ഒരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചാർജ് എടുത്ത് 48 മണിക്കൂറിന് മുമ്പ് അവരുമായിട്ട് ആലോചിക്കാതെ ഒരു ലെറ്റർ കൊടുത്തു. അത് തെറ്റാണത്. പക്ഷെ മാറ്റിയതിൻ്റെ കാരണം ഈ 3 വർഷം കംപ്ലീറ്റായി. ഞാൻ പറയാം 3 വർഷം അവർ കംപ്ലീറ്റായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ട് കൂടെ ഉണ്ട്. ഇല്ല, ലീവ് എടുത്ത ലീവ് അല്ല, ഇല്ല, ലീവ് ഒരു കുറ്റമല്ല. അല്ല, ഞാൻ പറയുന്നത് അല്ല, അവര് ലീവ് എടുക്കുക ഒരു 15 or 2 ദിവസം എന്നുള്ളതല്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിന്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. ഏതാ അല്ല, 15 ദിവസത്തെ ലീവിന്റെ ഒക്കെ അതിന്റെ ഒരു കുറ്റമായിട്ടൊന്നും ഗവൺമെന്റ് കാണുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, 3 വർഷമായി. പിന്നെ അത് സർക്കാരിന്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അത് സംശയമാണ്. ഇത് നടപടിയല്ല, എന്നാൽ ചെയ്തതിനോട് സർക്കാരിന് വിയോജിപ്പുണ്ട്. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല? അത് ഗവൺമെൻറ് ചുമതലയല്ലേ. ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവരെ ട്രാൻസ്ഫർ ചെയ്തു. റീജിയണൽ ലാബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇതേ പോസ്റ്റാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും. ഏതാ അത് അദ്ദേഹത്തിന് വെക്കാൻ കാരണം, അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ഈ സാധാരണ രീതിയിൽ കേസ് നന്നായി വാദിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം വെച്ച് കാണുക. അതങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജി ആവശ്യപ്പെട്ടു. കാരണം ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. എനിക്ക് തന്നെ ഇന്നലെ ഒരുപാട് ഫോൺ കോൾ വന്നു. ഈ സർക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നുള്ള പ്രതീക്ഷയുണ്ട്, പക്ഷേ ഈ വക്കീലിനെ വെച്ചത് ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്നു എന്നുള്ള വ്യാപകമായ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. ഏതാ നിയമനം ക്യാബിനറ്റ് നടത്തുമ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല, ക്യാബിനറ്റിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അതൊരു സംശയത്തിൻ്റെ നിഴൽ
ഈ പ്രശ്നം നിൽക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഏതാ അല്ല, ഭക്തജനങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം എങ്ങനെ നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ഏതെങ്കിലും ആരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാട് UDF-നില്ല. ഞങ്ങൾക്ക് കൂട്ടത്തുരാഗത്തമാണ്. എല്ലാ നല്ല കാര്യങ്ങളും എന്തെങ്കിലും ദോഷം പറ്റിയാൽ അത് ഞങ്ങൾ തുല്യമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ പറയാം, ഇതുവരെയായിട്ട് ഒരു നിയമനവും നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുമല്ലോ. ഇതുവരെയായിട്ട് ഒരു നിയമനവും നടന്നിട്ടില്ല. ഒരുപാട് ഊഹാപോഹങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നതനുസരിച്ച് അതിന് ഞാൻ ഏതായാലും ഇതൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേണ്ട രീതിയിൽ തീരുമാനമെടുത്ത് നിങ്ങൾ അറിയിക്കും. അതിന് ഞാൻ പറയാം, 10 വർഷം ഭരിച്ച് ആ ഭരണത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തി ജനങ്ങൾ പുറന്തള്ളിയവർ എല്ലാത്തിനും കുറ്റം കാണും. അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ശരി, ഏറെക്കുറെ എല്ലാ വിവാദങ്ങളിലും ഒക്കെ മന്ത്രി അദ്ദേഹത്തിന്റെ വേർഷൻ പറയുകയായിരുന്നു. ഈ കാര്യത്തിലേക്ക് മന്ത്രിയുടെ മുരളീധരന്റെ വാക്കുകളിലേക്ക് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി തന്നെ പോകാം. പക്ഷെ അതിന്